വർഷങ്ങളായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള മുല്ലപ്പൂവാട്ടോ. മുല്ല വള്ളിയാണിത്. അതിങ്ങനെ ഒരു ബൊക്കെ പോലെ നിൽക്കുന്നുണ്ടാവും. ഈവനിങ് ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഇന്ന് രാത്രി, അതായത് നാളെ വിരിയാൻ പാകത്തിനുള്ള മുട്ടുകളെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് മമ്മി എപ്പോഴും വീടിൻ്റെ കയറി വരുന്ന സോഫയൊക്കെ ഇട്ടിരിക്കുന്ന ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, അവിടെ വയ്ക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, അപ്പോൾ നല്ല മണമാണ്, ഒരു പ്രത്യേക മണം അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിന്ന് അതുപോലെ കുറച്ച് മുല്ലമുട്ടുകളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. നാളെ വിരിയാൻ പാകത്തിനുള്ളത്. കുറച്ചൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ ഒരു പിടി, ഏകദേശം കുറച്ചൊരു ചെറിയൊരു പിടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലമുട്ടുകൾ ഇങ്ങനെ പറിച്ചെടുത്തു. അത് നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഞാനത് എടുത്ത് വയ്ക്കുമ്പോൾ ഇന്നലെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞ് പിന്നെ ഫ്രഷായിട്ട് ഇന്നത്തെ ആ പാത്രത്തിൽ വയ്ക്കുക. അതാണ് പതിവ്. അപ്പോൾ ഞാനതുപോലെ മുല്ലമുട്ടുകളൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ. ഒരുപാടൊന്നുമില്ല, പക്ഷേ ഈ മുല്ലയുടെ പ്രത്യേകത 2 എണ്ണം ഉണ്ടെങ്കിലും പ്രത്യേക ഒരു സ്മെല്ലാണ്. ഇത് കയറുമ്പോൾ തന്നെ. ഇത് ഞാനിപ്പോൾ പറിച്ചു വെച്ച പാത്രമാണ് കേട്ടോ. ഇത്രയാണ് ഇന്ന് ഞാൻ പറിച്ചെടുത്തത്. പിന്നെ എല്ലാം ഹൈറ്റിലായിരുന്നു, എനിക്ക് പറിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഇത് കണ്ട വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഈശ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ അതെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ഞാനെടുത്ത് കളഞ്ഞു. ഇന്നത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ.